ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടന്നില്ല എന്നാണ്. കാരണം മന്ത്രിമാർ, ആരോഗ്യവകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും സ്ഥലത്തെത്തി ആ കെട്ടിടം അടഞ്ഞു കിടക്കുന്ന കെട്ടിടമാണ്, അതിൻ്റെ ഒരാൾ പോലും ഇല്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. അവരത് പറഞ്ഞതിൻ്റെ പേരിലാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്. ഇന്ന് രാവിലെ കൂടി ഉപയോഗിച്ച ഒരു കെട്ടിടമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, അതിൻ്റെ അകത്ത് ആരുമില്ല എന്ന് പറഞ്ഞത്? എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ ആ ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് ഇന്നവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്. ഒരു കുടുംബത്തിന് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടത്, ഒരു സ്ത്രീയാണ് പോയത്, ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കുണ്ട്. ആൾ മിസ്സിംഗ് ആണെന്നുള്ള വിവരം അറിയാമല്ലോ. ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴിഞ്ഞാണ് ഒരു മന്ത്രി ചെയ്യേണ്ടത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു അപകടം ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറയില്ലേ? ആരെങ്കിലും പറയില്ലേ? ഒരു കെട്ടിടം ഇടിഞ്ഞു വീണാൽ അത് ഇന്ന് രാവിലെ കൂടി ഉപയോഗിച്ചിരുന്ന കെട്ടിടം ഏത് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്? അത് തൊണ്ട തൊടാതെ വിഴുങ്ങി നേരെ വന്ന് അവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടല്ലേ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്? മന്ത്രി തന്നെ വന്ന് പറയല്ലേ അവിടെ ഒന്നാളുമില്ല, പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടമൊന്നും. പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടത്തിൽ എങ്ങനെ ആൾ കയറുന്നത്? ഈ മരണത്തിന് ഉത്തരവാദിത്വം അവരാണ്. രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. സത്യത്തിൽ അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ഭംഗി. ആരെങ്കിലും തയ്യാറാക്കി കൊടുക്കുന്ന നറേറ്റീവ് പറയുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. കാരണം കേരളത്തിലെ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രിയാണ്. PR പ്രൊപ്പഗാൻഡ നടത്തി ആരോഗ്യ രംഗത്തെക്കുറിച്ച് എല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയാണ്. ആരോഗ്യരംഗത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി ജനങ്ങൾക്കറിയാം. മരുന്നും ഇല്ല, സർജിക്കൽ എക്യുപ്മെൻസും ഇല്ല, സ്റ്റാഫും ഇല്ല. ആരോഗ്യരംഗം അലങ്കോലമാക്കി. എന്നിട്ട് ഈ സർക്കാർ ആശുപത്രിയിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും ഇല്ലാതായി. എവിടെ കാരുണ്യ പദ്ധതി? എവിടെ കാരുണ്യ ബെനവലൻസ് സ്കീം? എവിടെ JSSK? എവിടെ ഹൃദയം പദ്ധതി? ഇതൊക്കെ എവിടെ പോയി? ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, UDFൻ്റെ കാലത്ത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പദ്ധതികളാണ്. എല്ലാം അവർ തകർത്തു. ഒന്നുമില്ല. ഇപ്പോൾ ഇത്ര ദയനീയമായ ഒരു അവസ്ഥയിൽ ആരോഗ്യരംഗത്തെ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിക്കാണ്. രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.